ഘർ പേഡ് और താരേ കി യാദ്. എഴുതിയത് മംഗലേഷ് ഡബ്രാൽ. പ്രിയ വിദ്യാർത്ഥികളെ, ഈ കഥ ഏകദേശം 200 വർഷം മുമ്പ് യുദ്ധത്തിന്റെ ദുരന്തങ്ങൾ അനുഭവിച്ച ഒരു രാജ്യമായ ഫിൻലൻഡിന്റെ പശ്ചാത്തലത്തിലുള്ളതാണ്. യുദ്ധം കാരണം നഗരങ്ങൾ കത്തിനശിക്കുകയും കൃഷി നശിപ്പിക്കപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും വീടുകൾ വിട്ടുപോകാൻ നിർബന്ധിതരാവുകയും ചെയ്തു. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ യുദ്ധത്തിൽ മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ട് ദൂരെയുള്ള ഒരു രാജ്യത്തെത്തിച്ചേർന്ന് 8 വയസ്സുകാരനായ ഒരു സഹോദരനും 6 വയസ്സുകാരിയായ സഹോദരിയുമാണ്. അവിടുത്തെ രക്ഷിതാക്കൾ അവരെ നന്നായി നോക്കിയെങ്കിലും അവർക്ക് സ്വന്തം വീടും മാതാപിതാക്കളെയും മറക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് അവരുടെ വീടിനെ ഓർക്കാനുണ്ടായിരുന്നത് മുറ്റത്തെ സനോബർ മരത്തെയും അതിൽ പാടുന്ന 2 പക്ഷികളെയും മരക്കൊമ്പുകൾക്കിടയിലൂടെ കാണുന്ന തിളക്കമുള്ള ഒരു നക്ഷത്രത്തെയും മാത്രമായിരുന്നു. ഫിൻലൻഡിൽ സമാധാനം തിരിച്ചെത്തിയെന്നറിഞ്ഞപ്പോൾ എല്ലാ അപകടസാധ്യതകളെയും അവഗണിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. രാത്രിയിൽ രഹസ്യമായി യാത്ര തിരിച്ച കുട്ടികൾ വടക്കുപടിഞ്ഞാറ് ദിശ ലക്ഷ്യമാക്കി നടന്നു. വഴിയിൽ പക്ഷികളുടെ പാട്ടുകേട്ട് ശരിയായ വഴി ഏതെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഒടുവിൽ തങ്ങളുടെ മാതാപിതാക്കൾ സംസാരിച്ചിരുന്ന ഭാഷ കേട്ടപ്പോൾ അവർ സ്വന്തം രാജ്യത്തെത്തി എന്ന് മനസ്സിലാക്കി. നിരവധി പേർ നൽകിയ സഹായങ്ങളിലൂടെയും തങ്ങളുടെ നിശ്ചയദാർഢ്യത്തിലൂടെയും ഒടുവിൽ അവർ സനോബർ മരവും നക്ഷത്രവും കണ്ടെത്തുന്നു. വീടിന്റെ അടയാളങ്ങൾ ഉറപ്പിച്ച ശേഷം അവർ അകത്തേക്ക് കടക്കുകയും നഷ്ടപ്പെട്ട മക്കളെ ഓർത്ത് ദുഃഖിച്ചിരുന്ന തങ്ങളുടെ മാതാപിതാക്കളെയും കണ്ടെത്തുകയും ചെയ്തു. ഇങ്ങനെ വീട്, മരം, നക്ഷത്രം എന്നീ ഓർമ്മകളിലൂടെ കുട്ടികൾക്ക് തങ്ങളുടെ വേരുകളിലേക്ക് തിരികെ എത്താൻ കഴിഞ്ഞ ഹൃദയസ്പർശിയായ കഥയാണിത്. നമ്മൾക്കിനി കഥയുടെ പൂർണ്ണമായ മലയാള പരിഭാഷയിലേക്ക് കടക്കാം. ഉത്തരധ്രുവത്തിന്റെ സമീപമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഫിൻലൻഡ്. അതിന്റെ അതിർത്തികൾ റഷ്യയുമായി ചേർന്ന് കിടക്കുന്നു. ഏകദേശം 200 വർഷം മുമ്പ് ഫിൻലൻഡിന് യുദ്ധത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. നഗരങ്ങൾ കത്തിച്ചാമ്പലായി, വിളകൾ നശിച്ചു, ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് മരണങ്ങൾക്കുശേഷം പല രോഗങ്ങളും പടർന്നുപിടിച്ചു. ആയിരക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരാവേണ്ടി വന്നു. ശത്രുസൈന്യം ചിലരെ പിടിച്ചുകൊണ്ടുപോയി. പല കുടുംബങ്ങളിലും മാതാപിതാക്കളും കുട്ടികളും വേർപെട്ടുപോയി. കുറച്ചു ദിവസങ്ങൾക്കുശേഷം ഓടിപ്പോയ ചിലരാളുകൾ തിരികെ വന്നപ്പോൾ കത്തിനശിച്ച വീടുകളും വിളകളുമല്ലാതെ മറ്റൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവർ വളരെ കഷ്ടപ്പെട്ട് വീണ്ടും തങ്ങളുടെ വീടുകൾ പണിതെടുത്തു, വിളകൾ നട്ടുപിടിപ്പിച്ചു, ആളുകൾ തിരിച്ചുവരുന്നതിനായി കാത്തിരുന്നു. ഈ കഥ ആ കാലഘട്ടത്തിലെ ഒരു സംഭവമാണ്. യുദ്ധത്തിനിടയിൽ ഒരു സഹോദരനും സഹോദരിയും വീട്ടിൽ നിന്ന് വേർപിരിഞ്ഞു. സഹോദരന് 8 വയസ്സും സഹോദരിക്ക് 6 വയസ്സുമായിരുന്നു. അവരൊരു ദൂരദേശത്ത് എത്തിച്ചേർന്നു. അവിടെ അവർക്ക് വീടിനെ വല്ലാതെ ഓർമ്മ വന്നു. അവർക്ക് തിരികെ പോകാനുള്ള വഴി അറിയാത്തത്ര ചെറുപ്പമായിരുന്നു അവർ. അവരുടെ അയൽക്കാർ വളരെ നല്ലവരായിരുന്നു. അവർ കുട്ടികളെ സംരക്ഷിക്കാൻ തുടങ്ങി. കുറച്ചു വർഷങ്ങൾ കടന്നുപോയി. കുട്ടികൾ വളർന്നു വലുതായി. എങ്കിലും അവർക്ക് മാതാപിതാക്കളെയും രാജ്യത്തെയും മറക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മുറ്റത്ത് നിന്നിരുന്ന സനോബർ മരത്തെയും അതിൽ പാടുന്ന 2 പക്ഷികളെയും മരക്കൊമ്പുകൾക്കിടയിലൂടെ കാണുന്ന തിളക്കമുള്ള ഒരു നക്ഷത്രത്തെയും മാത്രമായിരുന്നു. ഫിൻലൻഡിൽ സമാധാനം തിരിച്ചെത്തിയെന്നറിഞ്ഞപ്പോൾ എല്ലാ അപകടസാധ്യതകളെയും അവഗണിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. രാത്രിയിൽ രഹസ്യമായി യാത്ര തിരിച്ച കുട്ടികൾ വടക്കുപടിഞ്ഞാറ് ദിശ ലക്ഷ്യമാക്കി നടന്നു. ഒരു ദിവസം ഫിൻലാൻഡിൽ സമാധാനം തിരിച്ചെത്തിയെന്നും വീട് വിട്ടുപോയ ആളുകൾക്ക് മടങ്ങിവരാമെന്നും വാർത്ത വന്നു. തങ്ങൾക്കും വീട്ടിലേക്ക് മടങ്ങണമെന്ന് സഹോദരനും സഹോദരിയും ആഗ്രഹിച്ചു. അവർ തങ്ങളെ പരിപാലിച്ചിരുന്ന രക്ഷിതാക്കളോട് അനുവാദം ചോദിച്ചു. രക്ഷിതാക്കൾ ചിരിച്ചുകൊണ്ടു പറഞ്ഞു, "നിങ്ങളുടെ രാജ്യം ഇവിടെ നിന്ന് എത്ര ദൂരെയാണെന്നറിയാമോ? നിങ്ങൾ എങ്ങനെ അവിടെ എത്തും?" കുട്ടികൾ മറുപടി പറഞ്ഞു, "അതിന് ഒരുപാട് ദിവസമെടുക്കുമെങ്കിൽ പോലും ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്തും." രക്ഷിതാക്കൾ പറഞ്ഞു, "ഇവിടെ നിങ്ങൾക്ക് വീട്, വസ്ത്രം, ഭക്ഷണം, കൂട്ടുകാർ എല്ലാമുണ്ട്. നിങ്ങളുടെ രാജ്യത്തെപ്പോൾ വലിയ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളുമാണ്.
അവിടെ നിങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ടിവരും, പരുപരുത്ത കിടക്കയിൽ ഉറങ്ങേണ്ടിവരും. പിന്നെ നിങ്ങളുടെ വീട് ബാക്കിയുണ്ടോ എന്നും മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നും അറിയില്ലല്ലോ. കുട്ടികൾ പറഞ്ഞു, എങ്കിലും ഞങ്ങൾ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് മാതാപിതാക്കളെ വല്ലാതെ ഓർമ്മ വരുന്നു, ഒപ്പം വീടിന്റെ മുറ്റത്ത് നിന്നിരുന്ന സനോബർ മരത്തെയും. രക്ഷിതാക്കൾ വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നിട്ട് വർഷങ്ങളായി. അന്ന് നിങ്ങൾക്ക് 8ഉം 6ഉം വയസ്സായിരുന്നു. നിങ്ങൾ വന്ന വഴിയൊക്കെ മറന്നുപോയിട്ടുണ്ടാകും. നിങ്ങളുടെ മാതാപിതാക്കളെ എങ്ങനെയിരിക്കുമെന്നും ഓർമ്മയുണ്ടാകില്ല. പിന്നെ വഴി ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക? സഹോദരൻ മറുപടി നൽകി, എന്റെ അച്ഛന്റെ വീടിനു മുന്നിൽ ഒരു വലിയ സനോബർ മരമുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ പ്രഭാതത്തിലും 2 പക്ഷികൾ അവിടെ വന്നു പാടും. രാത്രിയിൽ മരക്കൊമ്പുകൾക്കിടയിലൂടെ ഒരു തിളക്കമുള്ള നക്ഷത്രം കാണാമെന്നും എനിക്ക് ഓർമ്മയുണ്ട്. രക്ഷിതാക്കൾ പറഞ്ഞു, വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾ വിപത്തിൽ മാത്രമേ അകപ്പെടുകയുള്ളൂ. എന്നിട്ടും കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങാനുള്ള വാശി ഉപേക്ഷിച്ചില്ല. തങ്ങളുടെ രാജ്യത്തെയും മാതാപിതാക്കളെയും മറക്കാൻ അവർക്ക് അസാധ്യമായി. അവരുടെ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെട്ടു. രാത്രിയിൽ സഹോദരൻ സഹോദരിയോട് ചോദിക്കും, നീ ഉറങ്ങുകയാണോ? സഹോദരി പറയും, അല്ല, എനിക്ക് വീടിനെ ഓർമ്മ വരുന്നു. സഹോദരി സഹോദരനോട് ചോദിക്കും, നീ ഉറങ്ങുകയാണോ? സഹോദരൻ പറയും, അല്ല, ഞാൻ വീടിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഒടുവിൽ ഒരു ദിവസം ഒളിച്ചോടാൻ അവർ തീരുമാനിച്ചു. എപ്പോഴെങ്കിലും വീട് കണ്ടെത്താൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. ഒരു രാത്രി ആകാശത്ത് ചന്ദ്രൻ തിളങ്ങി നിൽക്കുമ്പോൾ കുട്ടികൾ കുറച്ചു വസ്ത്രങ്ങൾ ശേഖരിച്ച് യാത്ര തിരിച്ചു. ചന്ദ്രന്റെ വെളിച്ചത്തിൽ വഴി കാണാമായിരുന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ സഹോദരി പറഞ്ഞു, അണ്ണാ, നമ്മൾ ഒരിക്കലും വീട്ടിലെത്തില്ല എന്ന് തോന്നുന്നു. സഹോദരൻ പറഞ്ഞു, നമ്മൾ വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നടക്കാം. എനിക്കുറപ്പുണ്ട് നമ്മൾ സനോബർ മരത്തിന്റെയും നക്ഷത്രത്തിന്റെയും അടുത്ത് എത്തിച്ചേരും. ആ മരത്തിന്റെ ഇടയിലൂടെ നക്ഷത്രം കാണുമ്പോൾ നമ്മുടെ വീട് എത്തിയെന്ന് മനസ്സിലാക്കാം. 2 കുട്ടികളും ധൈര്യത്തോടെ മുന്നോട്ടുപോയി. സഹോദരൻ തനിക്കും സഹോദരിക്കും രക്ഷയ്ക്കായി ഒരു ഓക്ക് മരത്തിന്റെ നല്ലൊരു ചില്ല ഒടിച്ച് കയ്യിൽ വെച്ചു. നടന്ന് നടന്ന് ഒരു ദിവസം അവർ ഒരു നാൽക്കവലിയിലെത്തി. ഏതു വഴി തിരഞ്ഞെടുക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് അവർ റോഡരികിലെ ഒരു മരത്തിലിരുന്ന് പാട്ടുപാടുന്ന 2 ചെറിയ പക്ഷികളെ കണ്ടു. സഹോദരൻ പറഞ്ഞു, ഇതാണ് ശരിയായ വഴി. ഈ പക്ഷികളുടെ പാട്ടിൽ നിന്ന് എനിക്കറിയാം, അവർ നമ്മളെ സഹായിക്കാൻ വന്നതാണ്. കുട്ടികൾ ആ വഴിക്ക് നടന്നു. പക്ഷികളും അവരോടൊപ്പം പതുക്കെ പറന്നുപോവുകയും മരക്കൊമ്പുകളിൽ ഇരിക്കുകയും ചെയ്തു. കുട്ടികൾ മരങ്ങളിൽ നിന്ന് ഞാവൽ പഴങ്ങളും കാട്ടുപഴങ്ങളും പറിച്ചെടുത്ത് വിശപ്പടക്കി. ചോലയിലെ വെള്ളം കുടിച്ചു. ഇത്രയും കാലം അലഞ്ഞതിനാൽ സഹോദരി നന്നായി ക്ഷീണിച്ചിരുന്നു. അവൾ സഹോദരനോട് ചോദിച്ചു, നമുക്ക് എപ്പോഴാണ് നമ്മുടെ സനോബർ മരം കിട്ടുക? സഹോദരൻ പറഞ്ഞു, നമ്മുടെ മാതാപിതാക്കൾ സംസാരിച്ചിരുന്ന ഭാഷ നമുക്ക് കേൾക്കാൻ കഴിയുമ്പോൾ. നടന്ന് നടന്ന് കാട്ടിൽ തണുപ്പ് കൂടാൻ തുടങ്ങി. സഹോദരി വീണ്ടും സനോബർ മരത്തെക്കുറിച്ച് ചോദിച്ചു. സഹോദരൻ അവളോട് കുറച്ചുകൂടി ക്ഷമയോടെ ഇരിക്കാൻ പറഞ്ഞു. പതിയെ അവരുടെ പഴയ രാജ്യം വിട്ടുപോയി. ആദ്യം നിലം നിരപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ മലകളും നദികളും തടാകങ്ങളുമുള്ള രാജ്യത്ത് എത്തിച്ചേർന്നിരുന്നു. സഹോദരി ചോദിച്ചു, അണ്ണാ, നമ്മൾ കുത്തനെയുള്ള കുന്നുകളിൽ എങ്ങനെയെത്തും? സഹോദരൻ ധൈര്യം നൽകി, ഞാൻ നിന്നെ കൊണ്ടുപോകാം. വഴിയിൽ ചില നദികളും തടാകങ്ങളും വന്നു. എന്നാൽ അവിടെ അവർക്ക് വഞ്ചികൾ കിട്ടി. സഹോദരൻ സഹോദരിയെ ഇരുത്തി വഞ്ചി തുഴഞ്ഞു. 2 പക്ഷികളും അവരോടൊപ്പം പറക്കുകയും ഇടയ്ക്ക് വിശ്രമിക്കുകയും ചെയ്തു. ഒരു ദിവസം വൈകുന്നേരം അവർ വളരെ ക്ഷീണിതരായിരുന്നപ്പോൾ അവർ കത്തിനശിച്ച ചില കെട്ടിടങ്ങൾ കണ്ടു. അതിന്റെ അടുത്ത് തന്നെ ഒരു പുതിയ ഫാം ഹൗസ് ഉണ്ടായിരുന്നു. അടുക്കളയുടെ വാതിൽക്കൽ ഒരു പെൺകുട്ടി പച്ചക്കറികൾ അരിയുകയായിരുന്നു. ഞങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും തരാമോ? സഹോദരൻ ചോദിച്ചു. പെൺകുട്ടി മറുപടി പറഞ്ഞു, തരാം, വരൂ, അമ്മ അടുക്കളയിലുണ്ട്. അവർ തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും നൽകും. സഹോദരൻ സഹോദരിയുടെ കഴുത്തിൽ കൈ ചുറ്റിപ്പിടിച്ചു പറഞ്ഞു, നീ കേട്ടോ, ഈ പെൺകുട്ടി സംസാരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ സംസാരിച്ചിരുന്ന അതേ ഭാഷയാണ്. ഇനി നമുക്ക് സനോബർ മരത്തെയും നക്ഷത്രത്തെയും തിരയാൻ തുടങ്ങാം. 2 കുട്ടികളും അടുക്കളയിലേക്ക് പോയി. അവിടെ അവർക്ക് നല്ല ഭക്ഷണം കിട്ടി. അവർ തങ്ങളുടെ മുഴുവൻ കഥയും പറഞ്ഞു. തങ്ങൾക്ക് വീട്ടിനെ തിരിച്ചറിയാൻ ഒരേയൊരു അടയാളം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു. അതിന്റെ മുന്നിൽ ഒരു സനോബർ മരമുണ്ട്. അതിന്റെ കൊമ്പുകളിൽ എല്ലാ പ്രഭാതത്തിലും 2 പക്ഷികൾ വന്നു പാടും.
രാത്രിയിൽ അവയ്ക്കിടയിലൂടെ ഒരു തിളക്കമുള്ള നക്ഷത്രം കാണാമെന്നും എനിക്ക് ഓർമ്മയുണ്ട്. രക്ഷിതാക്കൾ പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് സനോബർ മരങ്ങളുണ്ട്. അവയിൽ ആയിരക്കണക്കിന് പക്ഷികൾ പാടുന്നുണ്ട്. ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ആകാശത്ത് തിളങ്ങുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ വീട്ടിനെ തിരിച്ചറിയും? കുട്ടികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ രാജ്യത്ത് എത്തിച്ചേർന്നതിനാൽ ആ മരവും ഞങ്ങൾക്ക് കിട്ടും. ഇവിടെ വരെ എത്താൻ 2 പക്ഷികളും ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. 2 കുട്ടികളും അതുപോലെ യാത്ര തുടർന്നു. എല്ലായിടത്തും ദാരിദ്ര്യം പരന്നിരുന്നു. എന്നാൽ അവർ പോയ സ്ഥലങ്ങളിലെല്ലാം അവർക്ക് കഴിക്കാനും രാത്രി തങ്ങാനും ഇടം കിട്ടിക്കൊണ്ടിരുന്നു. ആളുകൾ അവരെ വളരെ സഹാനുഭൂതിയോടെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇതാണ് നമ്മുടെ മരം. സഹോദരന്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ഇതും നമ്മുടെ നക്ഷത്രം. സഹോദരി ആദ്യം ചിരിച്ചു, പിന്നീട് കരഞ്ഞു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. സഹോദരൻ പറഞ്ഞു, ഇതാണ് അച്ഛന്റെ കുതിരകൾ സ്ഥാനിച്ചിരുന്ന കളപ്പുര. ഇതാണ് അമ്മ കന്നുകാലികൾക്ക് വെള്ളം കൊണ്ടുവന്നിരുന്ന കിണർ. സഹോദരൻ പറഞ്ഞു, നമുക്ക് വീട്ടിന്റെ അകത്തേക്ക് പോകാം. നീ ആദ്യം പോകൂ, സഹോദരി പറഞ്ഞു. എനിക്ക് പേടിയാകുന്നു. അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ലല്ലോ. അകത്തെ മുറിയിൽ ഒരു വൃദ്ധൻ തന്റെ ഭാര്യയുമായിരുന്നുകൊണ്ട് പറയുകയായിരുന്നു, വസന്തം വീണ്ടും വന്നിരിക്കുന്നു. പക്ഷികൾ പാടുന്നു. പൂക്കൾ എല്ലായിടത്തും തലനീട്ടുന്നു. പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷത്തിന്റെ ഒരു പ്രതീക്ഷയുമില്ല. അപ്പോഴാണ് വാതിൽ തുറന്നത്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അകത്തു വന്നു. അവർ കഴിക്കാൻ എന്തെങ്കിലും ചോദിച്ചു. മക്കളെ, അടുത്തുവരൂ, ആ വൃദ്ധൻ പറഞ്ഞു. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ഇവിടെ തങ്ങുക. ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ സുന്ദരന്മാരായിരിക്കുമായിരുന്നു. ഇതു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. കുട്ടികൾക്ക് അടക്കാനായില്ല. അവർ തങ്ങളുടെ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചു. അവർ കരഞ്ഞുകൊണ്ടു പറഞ്ഞു, ഞങ്ങളാണ് നിങ്ങളുടെ മക്കൾ. ഞങ്ങൾ തിരികെ വന്നിരിക്കുന്നു. ഞങ്ങൾ സനോബർ മരം കണ്ടാണ് നമ്മുടെ വീട്ടിനെ തിരിച്ചറിഞ്ഞത്. സന്തോഷം കൊണ്ട് മാതാപിതാക്കളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ 2 പേരുടെയും കവിളുകളിൽ ഉമ്മ നൽകി. അമ്മ പറഞ്ഞു, ഇന്നെന്തോ നല്ലത് സംഭവിക്കുമെന്നെനിക്കറിയാമായിരുന്നു. ഇന്ന് രാവിലെ നമ്മുടെ മരത്തിന്റെ കൊമ്പുകളിൽ 2 പക്ഷികൾ വളരെ മധുരമായി പാടുന്നുണ്ടായിരുന്നു. സഹോദരൻ പറഞ്ഞു, അതെ, ഇന്ന് നക്ഷത്രവും ഇലകൾക്കിടയിൽ മുൻപത്തേക്കാൾ കൂടുതൽ തിളങ്ങുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ വീട് കിട്ടി. നമ്മുടെ അലച്ചിൽ അവസാനിച്ചു. പ്രിയ കുട്ടികളെ, ഈ മനോഹരമായ കഥ എഴുതിയത് പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ മംഗലേഷ് ഡബ്രാളാണ്. ജനനം 1948 മെയ് 16 ഉത്തരാഖണ്ഡിൽ. മരണം 2020 ഡിസംബർ 9. പ്രധാന കൃതികൾ അദ്ദേഹത്തിന്റെ പ്രധാന കവിതാസമാഹാരങ്ങളാണ് പഹാഡ് പർ ലാൽട്ടൻ, ഘർ കാ രാസ്ത, ലേഖക് കി റോട്ടി, ഹം ജോ ദേഖ്തേ ഹൈ. ബഹുമതി അദ്ദേഹം സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട്. മംഗലേഷ് ഡബ്രാളിന്റെ കവിതകൾ സാധാരണക്കാരന്റെ ജീവിതത്തെയും പ്രകൃതിയെയും കുറിച്ചുള്ളവയാണ്. ഈ കഥയിലും അദ്ദേഹം യുദ്ധത്തിന്റെ ദുരിതങ്ങളെയും വീട്ടിലേക്കുള്ള സ്നേഹബന്ധത്തിന്റെ ശക്തിയെയും മനോഹരമായി വരച്ചുകാട്ടിയിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബായ്.